അറിയില്ലെങ്കിൽ നീ എന്തിനാ റൈഡിങ്ങിന് പോയത്? ആർക്കെന്ത് സംഭവിച്ചാൽ എന്താ? ഗൈഡ്സിനൊക്കെ പൈസ കിട്ടിയാൽ മതി. രാജുവിന് എന്തിനാ കുറ്റം പറയുന്നത്? എന്റെ നിർബന്ധം. രാജു ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി എന്റെ ഡെഡ് ബോഡിയും കൊണ്ട് നാട്ടിലേക്ക് പോയേനെ. എന്താ മോളെ ഈ പറയുന്നത്? എന്താ ഇപ്പൊ വിശേഷമൊന്നുമില്ലല്ലോ. ആർക്കാ? അല്ല, നിമ്മി. വിശേഷമൊന്നുമില്ല. നീ എന്തിനാ അവളെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ട് പോയത്? ഞാൻ വിളിച്ചില്ല. റൈഡിങ്ങിന് പോണെന്ന് പറഞ്ഞു. വന്നപ്പോ ഞാൻ അവള് പറയുന്ന കേൾക്കാൻ നടക്കാ നീ? എന്റെ തൊഴിലതാ. മതി വാചകം, പൊയ്ക്കോ. രാജു. ഗുഡ് മോർണിംഗ് മേനോ സർ. രാജു നിമ്മിയുടെ വിവരം അറിയാനായിരിക്കും വന്നത്. വരൂ. ഞാൻ കാരണം നിമിക്ക്? ഏയ്, അതൊന്നുമല്ല. ഞാൻ റൈഡിങ്ങിന് എക്സ്പേർട്ട് ആണെന്ന് കള്ളം പറഞ്ഞില്ലേ, അതിന് കിട്ടിയ ശിക്ഷയാ. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്തു. ഭാഗ്യത്തിനാ ഒന്നും പറ്റാതിരുന്നത്. ഇതാരുടെ ഫോട്ടോയാ? എന്റെ ഡാഡിയും മമ്മിയോ. മമ്മി എന്റെ ചെറുപ്പത്തിലേ മരിച്ചു. ഡാഡി 3 വർഷം മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ. വരട്ടെ. പൂക്കാരി, പൂവിനെന്താ വില? ഒരു മുഴം 2 രൂപ സാർ. അത്രേ ഉള്ളോ? ഇത്രയും നല്ല പൂവിന് 2 രൂപയേ ഉള്ളൂ? അത് തീരെ കുറവാണല്ലോ. നിന്റെ പേരെന്താ? സാറിന് പൂവല്ലേ വേണ്ടത്? എന്റെ പേരെന്തിനാ അറിയുന്നേ? പൂവിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് പൂക്കാരിയാ, അതുകൊണ്ടാ. പേടിക്കണ്ട സാറേ, ആരും കണ്ടില്ല. എന്താ സാറേ കവിള് ചുവന്നിരിക്കുന്നത്? കടന്നൽ കുത്തി. കൂടലക്കാതെ കടന്തൽ ആരെയും കുത്താറില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ കടന്തൽ അടുത്ത കവിളിലും കുത്തും. സാറേ, ആ മേനോ സാർ അമ്മച്ചി എത്ര നല്ലവരാ. ഞാൻ അവരോട് പറയാൻ പോകുന്നില്ല. പറഞ്ഞാൽ ചിലപ്പോ അമ്മച്ചി സഹിക്കില്ല. അവർ ഹാർട്ട് പേഷ്യന്റ് അല്ലേ. ആ ഒരു ഓർമ്മയെങ്കിലും സാറിന് വേണ്ടേ? നീ എത്ര നാളാ ഇങ്ങനെ പൂവിട്ട് നടക്കാൻ പോകുന്നത്? മരിക്കുന്നവരെ. പിന്നെ അച്ഛൻ ഉടനെ നിന്നെ പിടിച്ചു കെട്ടിക്കാൻ ഒരു കുതിരക്കാരനെ അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ കെട്ടുന്നില്ല. അപ്പൂവിനെ കണ്ടില്ലേ? പനിയൊക്കെ മാറിയോ? മാറി. ഇന്നലെ കണ്ടിരുന്നു. അണ്ണാ, അപ്പം കൊണ്ടുവരുന്ന കല്യാണത്തിന് അണ്ണൻ സമ്മതിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. അപ്പന്റെ സ്വഭാവം അണ്ണൻ അറിയാമല്ലോ. ഞാൻ അപ്പൂനല്ലാതെ മറ്റൊരാളെയും കല്യാണം കഴിക്കില്ല. അണ്ണൻ ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. ഇപ്പോഴല്ല, എന്നെങ്കിലും. എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. എനിക്കെല്ലാം നിങ്ങളാണ്. നിന്റെ ആഗ്രഹത്തിനപ്പുറം എനിക്കൊന്നുമില്ല. നീ പിടിക്കണ്ട. നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. വാ. എങ്ങോട്ടാടാ മോനെ? ഈ കുട്ടി ഒന്ന് സൂയിസൈഡ് പോയിന്റ് കാണിക്കാൻ കൊണ്ടുപോവാ. ഏതാ ഈ കുട്ടി? അമ്മ, ഇത് മേനോൻ സാറിന്റെ അവിടുത്തെ. ഓ, അത് ശരി. അച്ഛൻ വേടാ ജിമ്മി. ആരാ രാജു അത്? എന്റെ മാമൻ. അങ്കിളോ? എന്റെ വളർത്തച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം. രാജുവിന്റെ അച്ഛനും അമ്മയും? എന്താ രാജു ഒന്നും മിണ്ടാത്തത്? എനിക്ക് എന്റെ അച്ഛനെ അമ്മയും കണ്ട ഓർമ്മയില്ല. ഒരു അനാഥനാണ് ഞാൻ, അംഗീകരിക്കപ്പെടാത്തവൻ. എന്റെ ജോലി അതുപോലാണല്ലോ, അൺഓതറൈസ്ഡ് ഗൈഡ്. സത്യത്തിൽ ഈ കൈനോട്ടവും ജ്യോതിഷവും ഒന്നും എനിക്കറിയാൻ പാടില്ല. ജീവിക്കാൻ വേണ്ടിയാ ഈ വേഷങ്ങളൊക്കെ കിട്ടുന്നത്. അതൊക്കെ പോട്ടെ. ഇതോ കാണുന്ന സൂയിസൈഡ് പോയിന്റ്. വാ.
തെറ്റി താഴെ പോയാ പൊടി കാണില്ല. എങ്ങനെ ഈ സ്ഥലത്തിന് സൂയിസൈഡ് പോയിന്റ് എന്ന് പേരുണ്ടായത്? അത് പിന്നെ പണ്ട് സായിപ്പന്മാരുടെ കാലത്ത് അവരിവിടുത്തെ സുന്ദരികളായ പെൺകുട്ടികളെ വലവീശി പിടിച്ച്. വല വീശുകയോ? അതെന്ത് വലയാ? അത് അവരെ പിടിച്ച് മാനഭംഗപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ചാരിത്രം നഷ്ടപ്പെട്ട പല പെൺകുട്ടികളും ഇവിടെ വന്ന് ചാടി ചത്തിരുന്നത്. അങ്ങനെയാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് പേര് കിട്ടിയത്. ഏതായാലും സായിപ്പന്മാരെ കൊണ്ട് ഇങ്ങനെ ഒരു പേരുണ്ടായല്ലോ. പിന്നെ ഈയിടെ അടുത്തൊരു സൂയിസൈഡ് ഉണ്ടായി. ഒരു മദ്രാസ് ഗേൾ, ഒരു കോളേജ് ബ്യൂട്ടി. അവർക്ക് സംതിങ് ലവ് ഫെയിലിയർ ആണെന്ന് തോന്നുന്നു. അവര് മദ്രാസിൽ നിന്ന് ഫ്ലൈറ്റ് മധുര വന്നിറങ്ങി അവിടുന്ന് ടാക്സി വിളിച്ച് ഇവിടെ വന്ന് ചാടിച്ചെത്തു. അത് കൊള്ളാലോ. അപ്പൊ ലവ് ഫെയിലിയർ ആയവർക്ക് വേണ്ടിയുള്ള ഒരു ഫേമസ് പ്ലേസ് ആണല്ലേ ഇത്? ഞാനും ചാടി നോക്കട്ടെ. നിമ്മി, നിന്നോട് ആര് പറഞ്ഞു ഒറ്റയ്ക്ക് വരാൻ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ റാസ്കൽ. നിന്നെ ഞാൻ വിനോട്ടാ, ഞാൻ വിളിച്ചിട്ടാണ് രാജു വന്നത്. വിദ്യാഭ്യാസം മാത്രം ഉണ്ടായാ പോരാ, കുറച്ച് മാനേഴ്സ് കൂടി വേണം. മാനേഴ്സ് നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കെല്ലാം അറിയാം. ഒരു ഗൈഡ് അവളുടെ ഒരു സ്ഥലം കാണലും. മാടി വീട്ടിലേക്ക്. ഞാൻ വന്നോളാം. ഈ വക തെണ്ടുകളായിട്ടുള്ള നിന്റെ നടത്തം ഇന്നത്തോട് ഞാൻ നിർത്തിയേക്കാം. സോറി രാജു. എന്നെ ആർക്കും എന്തും പറയാമല്ലോ. ഞാൻ ആരുമില്ലാത്തൊരു അനാഥൻ, പണമില്ല, പഠിപ്പില്ല. പക്ഷെ ഒന്നുകൊണ്ട് അഭിമാനം. നിന്നെ ഓർത്തിട്ടാ ഞാൻ തിരിച്ചൊന്നും പറയായിരുന്നു. എനിക്ക് വേണ്ടി ക്ഷമിക്കൂ. വിനു, നീ ഒന്ന് ക്ഷമിക്കേ. എന്ത് ക്ഷമിക്കണമെന്ന് മമ്മി പറയുന്നത്? ക്ഷമിക്കൊരു അതിരില്ലേ? അവൾ അവന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്ത്. അവൾ എന്നെ മാനേഴ്സ് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അവളുടെ സ്വഭാവം നിനക്കറിയില്ലേ? അവക്ക് കുറച്ച് വാശിയും എടുത്തിയാട്ടും കൂടുതലാണെന്നേ ഉള്ളൂ. പിന്നെ എല്ലാവരും സോഷ്യലായിട്ട് പെരുമാറും. അല്ലാതെ നീ പറയുന്ന പോലെ അവൾ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. എന്താ അവൾ ജീവിക്കുന്നത് അമേരിക്കയിലോ പാരീസിലാണോ? മമ്മിയും ഡാഡിയും കൂടി അവളെ ചീത്തയാക്കുന്നത്. നിമ്മി വരട്ടെ, ഞാൻ ചോദിക്കാം. എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ് ഞാൻ പറയുന്നത് അനുസരിക്കണം. അല്ലാതെ അവളുടെ വാശിക്ക് എടുത്തിയാട്ടത്തിനൊക്കെ താന്തുള്ളാൻ എന്നെ കിട്ടില്ല. നിങ്ങൾക്ക് ഏത് സ്ഥലം വേണമെങ്കിലും ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഇങ്ങനെയൊന്നും പെരുമാറരുത്. നിങ്ങൾക്ക് വിദ്യാർത്ഥികളാണ്. ഒന്നുമില്ലേ, ഞാൻ വയസ്സിന് മൂത്തതല്ലേ. അയ്യോ, എന്ത് പറ്റി ജോസഫേട്ടാ? രായു, രായു മോനെ, ഇത് ഞാൻ കാര്യം എന്താന്ന് പറ. പോയടാ മോനെ, എല്ലാം പോയി. എന്റെ ലൈസൻസ് കട്ട് ചെയ്തു, എന്നെ പിരിച്ചു വിട്ടു. എന്താ കാര്യം? ഞാൻ എപ്പോഴും ഫുൾ തണ്ണിയാണെന്ന് ടൂറിസ്റ്റുകൾ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു. ഞാൻ 24 മണിക്കൂറും തണ്ണിയാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ജോസഫേട്ടൻ തണ്ണി അടിക്കുന്ന ആരാ പറഞ്ഞത്? ആ പരട്ട ടൂറിസം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റിക്കാര്. അതിനെന്തിനാ കരയുന്നത്? ഈ ഓതറൈസ്ഡ് ജോസഫിനെ അൺഓതറൈസ്ഡ് ആക്കിയില്ലേ? ജോസഫേന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലായി. നമുക്കൊരു കാര്യം ചെയ്യാം. ജോസഫേട്ടൻ എന്റെ കൂടെ കുടിക്കോ? നമുക്കൊരു അൺഓതറൈസ്ഡ് യൂണിയൻ ഉണ്ടാക്കാം. മോനെ, ഞാൻ നിന്നോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം. അതൊന്നും സാരമില്ല, നമുക്ക് ജീവിച്ച പോരെ. പക്ഷെ ഒരു കാര്യം, എന്റെ കൂടെ വരുമ്പം എപ്പോഴും ഇങ്ങനെ തണ്ണി അടിച്ചായിരുന്നാ ശരിയായോ? അയ്യോ, തണ്ണി അടിച്ചില്ലെങ്കിലേ എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുകയില്ല. കൈയും കാലും വിറയ്ക്കും, ഫീലിങ്സും വരും. അതൊക്കെ ജോസഫേട്ടന്റെ തോന്നല. ജോസഫേട്ടന്റെ ഫീലിങ്സ് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നീയെങ്കിലും എന്റെ ഫീലിങ്സ് മനസ്സിലാക്കിയല്ലോടാ മോനെ. ഒരു 200 മില്ലി ഞാൻ മിണ്ടിപ്പോരുന്ന മില്ലിയുടെ കാര്യം പോ. എന്നാ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന? 31st പോണെന്ന് അങ്കിള് പറഞ്ഞിരിക്കുന്നത്. എന്താ? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നാട്ടിൽ പോയാ പിന്നെ എന്നാ തിരിച്ചു വരിക? ഒരു നിശ്ചയമില്ല. ആരാണത്? ബംഗ്ലാവിൽ താമസിക്കുന്ന മൈന പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്തോട്ടെ, കോപ്പി 1 മണിക്കൂറിനകം തരാം. 10 രൂപയേ ഉള്ളൂ. ശരി, എടുത്തോളൂ. വെയിറ്റ് 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 രാജു, രാജു നിന്നോളൂ.
വേണ്ട. നിന്നോളൂന്നേ, കാണാലോ. ഒന്ന് ചുമ്മാ നിക്കുന്ന. കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന. എടുക്കല്ലേ? ഈ സഞ്ചി വേണ്ട. റെഡി. യെസ്, റെഡി. താങ്ക് യു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണോ നിന്റെ ഭാവം? ആ ഗൈഡ് നീയുമായിട്ട് എന്താ ബന്ധം? അവന്റെ മുമ്പിൽ വെച്ച് വിനോദിനെ ഇൻസൾട്ട് ചെയ്യ. വിനോദ് നിന്റെ ആരാണെന്ന വിചാരം? നാളെ നിന്നെ വിവാഹം കഴിക്കാനുള്ളവനാ. ഒരു ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാനുള്ളവരാ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ മുതൽ ആ ഗൈഡുമായിട്ടുള്ള നിന്റെ ഈ സൈറ്റ് സീയിങ് ഒക്കെ നിർത്തിയേക്കണം. ഇനിയും നിന്റെ ഇഷ്ടത്തിന് നടക്കാനാണ് ഭാവമെങ്കിൽ നിമ്മി. എന്നെ ഞാൻ തന്നെ കുറ്റം പറഞ്ഞാ മതിയല്ലോ. അച്ഛനും അമ്മയില്ലാത്ത കുട്ടിയാന്ന് വിചാരിച്ച് നിന്റെ താളത്തിനൊക്കെ തുള്ളി നിന്നെ വഷളാക്കിയത് ഞാനാണ്. പൊയ്ക്കോളൂ. മോൾ ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് വിചാരം. മോടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ആന്റി മോളെ വഴക്ക് പറഞ്ഞത്? ഞാൻ രാജുവിന്റെ കൂടെ സൈറ്റ് സീയിങ്ങിന് പോയതിനാണ് ആന്റി വിനോട്ടിന് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഐ ലൈക്ക് ഹിസ് ഇന്നസെൻസ്, അത്രേ ഉള്ളൂ. അതിന് വിനോട്ടൻ. അതിന് മോൾ എന്തിനാ വിഷമിക്കുന്നത്? അങ്കിളിന് മോളെ മനസ്സിലാവും. അതുപോലല്ലല്ലോ എല്ലാരും. ഈ ആണുങ്ങൾക്ക് ഒരു ചീത്ത സ്വഭാവമുണ്ട്, ഞാൻ ഉൾപ്പെടെ. അവരിഷ്ടപ്പെടുന്ന പെണ്ണിനെ വേറെ ആരെങ്കിലും നോക്കിയാ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ആ ചീത്ത സ്വഭാവം വിനോദിനുണ്ടെന്ന് മോള് കരുതിയാ മതി. ബി സ്പോർട്ടീവ് മൈ ചൈൽഡ്. വാ, വല്ലതും കഴിക്കാം. എനിക്കൊന്നും വേണ്ട. നീ വന്നിട്ടേ ഭക്ഷണം കഴിക്കൂന്നും പറഞ്ഞ് ഒരാളവിടെ കാത്തിരിപ്പുണ്ട്. എന്റെ ഭാര്യ, അതായത് നിന്റെ ആന്റി. വാ. ആ, ஜிம்மி, ராஜு இருக்காரம்மா? இருக்காரு. கூப்பிடு. என்ன விஷயம்? உங்களை ஐயா கூப்பிட்டு வர சொன்னாரு. எதுக்கு தெரியல. നീ പേടിക്കണ്ട, വെറുതെ വിളിപ്പിച്ചോ. വേഗം വരാം. സാർ, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? നീ ഇന്നലെ വിശ്വനാഥ മേനോന്റെ വീട്ടിൽ പോയിരുന്നോ? പോവാ. എന്തിനാ പോയത്? മേനോ സാറുമായി കീരിക്കാട് എസ്റ്റേറ്റിന്റെ കാര്യം പറയാനാ പോയത്. എപ്പോഴാ പോയത്? ഇന്നലെ രാത്രി. തിരിച്ചു പോരുമ്പോ അവിടുന്ന് വല്ലതും എടുത്തോ? ഇല്ല. പിന്നെ നീ അവിടുന്ന് മോഷ്ടിച്ച സ്വർണ്ണമാലയും വളയും എന്ത് ചെയ്തു? മാലയും വളയും ഞാൻ മോഷ്ടിച്ചെന്നോ? നീ കൂടുതൽ അഭ്യാസമൊന്നും കാണിക്കാതെ അത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്ക്. എന്നാ നിനക്ക് തടി കേടാക്കാതെ ഇവിടുന്ന് പോവാ. ഞാൻ എടുത്തിട്ടില്ല സാർ. നീ എടുത്തില്ലേ? ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ല സാർ. നീ എടുത്തില്ല അല്ലടാ. പറയടാ, എവിടെ കൊണ്ടുപോയി വിറ്റു? സാർ എന്തായി പറയുന്നത്? എടുത്തല്ലേ വിൽക്കാൻ പറ്റൂ. ഞാൻ എടുത്തിട്ടില്ല സാർ. സത്യം പറയുന്നില്ല അല്ലേ? സാർ, ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ എടുത്തിട്ടില്ല. ജീവിക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്നുവരെ ഞാൻ മോഷിച്ചിട്ടില്ല. ഇനി സാറിനെ തല്ലിക്കൊന്നാലും ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ എടുത്തിട്ടില്ല. കോൺസ്റ്റബിൾ സാർ, இந்த ആളെ ലോക്കപ്പിൽ പോട. ഇവൻ പെട്ടെന്ന് നേര് പറയുന്ന കൂട്ടത്തിലല്ല സാർ, പഠിച്ച കള്ളനാണ്. വിനോട്ടാ, അങ്കിൾ എവിടെ? ഡാഡി എസ്റ്റേറ്റിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആന്റിയോ? മുറിയിലുണ്ട്. നിൽക്ക്, എന്താ കാര്യം? ആന്റിയുടെ ഓർണമെന്റ്സ് കളവ് പോയോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരാ എടുത്തത്? ആ രാജു. രാജു എടുക്കുന്ന വിനോട്ടം കണ്ടോ? ഇന്നലെ അവനല്ലാതെ വേറെ ആരും ഇവിടെ വന്നിട്ടില്ല. എന്ന് വെച്ച് രാജു എടുക്കണമെന്നുണ്ടോ? ഇവിടുത്തെ ഗൈഡുകളൊക്കെ കള്ളന്മാരാ. അവനെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റിയപ്പോഴേ എനിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. രാജു മോഷ്ടിക്കില്ല. അവന്റെ കാര്യത്തിൽ നിനക്കെന്താ എത്ര ഉറപ്പ്? ആ, എനിക്ക് ഉറപ്പാ. മോളെ, ആന്റി
ആന്റിയും കൂടി കൂട്ടു നിന്നിട്ടാണോ ആ പാവൻ രാജുവിനെ പോലീസിൽ പിടിപ്പിച്ചത്? എന്തിന്? ആന്റിയുടെ ഓർണമെന്റ്സ് മോഷ്ടിച്ചതിന്റെ പേരിൽ. എന്റെ മാലയും വളയും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. അത് രാജുവാ എടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്. നിനക്കെന്ത് വേണം? ഓർണമെന്റ്സ് ഇവിടെ എവിടെയെങ്കിലും കാണും. വല്ലയിടത്തും വെച്ച് മറന്നിട്ട് പാവപ്പെട്ട ഒരുത്തിന്റെ പേരിൽ മോഷണക്കുറ്റം ചുമത്തുന്നത് ശരിയല്ല. അവൾക്കാണല്ലോ അവനെ പോലീസിൽ പിടിപ്പിച്ചത് വലിയ വിഷമം. നീ വെറുതെ ബഹളം വെക്കണ്ട. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. വിനേട്ടാ, ഇത് വിനോട്ടിന്റെ ബാഗല്ലേ? ഇതല്ലേ ആന്റിയുടെ കളവ് പോയ ഓർണമെന്റ്? അതെ. ഇതെങ്ങനെ ഈ ബാഗിനകത്ത് വന്നു? അത് ഇതിനകത്ത് എടുത്തു വെച്ച ആളോട് ചോദിച്ചാ മതി. നീയാണോടാ ഇതെടുത്ത് വെച്ചത്? ഞാനൊന്നും എടുത്തു വെച്ചതല്ല. ആരെങ്കിലും മറന്നു വെച്ചതായിരിക്കും. മറന്നു വെച്ചതല്ല, മനഃപൂർവ്വം ചെയ്തതാണ്. എന്തിനാണെന്നോ എനിക്കറിയാം. നല്ലവനായ ഒരാളെ കള്ളനാണെന്ന് മുദ്ര കുത്തിയാൽ എല്ലാവരും വെറുക്കുമല്ലോ. വിനോട്ടാ, ഇത്രയും ചീപ്പാവരുത്. വിനോദ്, മതിയാത്തോ? ഡാഡി, അകത്ത് പോവാൻ. അങ്കിൾ, ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു പറയണം, അല്ലെങ്കിൽ അവർ രാജുവിനെ. പറയാം മോളെ. ഇൻസ്പെക്ടർ ദിനേഷ് ഹിയർ. വിശ്വനാഥൻ എന്നാണ് സംസാരിക്കുന്നത്. അതെ, വിനോദിന്റെ ഫാദർ. എന്റെ മകനൊരു കംപ്ലൈന്റ് തന്നിരുന്നു. സോറി സാർ, ആ ഓർണമെന്റ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. രാജു ഈസ് ഇന്നസെന്റ്. എന്തോന്നാ മിസ്റ്റർ മേനോൻ, പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കാൻ തമാശയാണെന്നാണോ നിങ്ങളുടെ വിചാരം? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. സോറി ഇൻസ്പെക്ടർ. സോറി പറയാൻ എളുപ്പമാ. നിരപരാധിയായ ഒരാളെ പിടിച്ച്. കുപ്പസ്വാമി, അന്ന് രാജു കൂപ്പിടും. രാജു, നിനക്ക് പോവാം. കളവ് പോയെന്ന് പറഞ്ഞ ആഭരണങ്ങൾ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കളവ് പോയ ആഭരണങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടിയല്ലേ? സന്തോഷമുണ്ട് സാർ. പക്ഷെ ഇന്നലെ പകലും രാത്രിയും സാർ എനിക്ക് എന്ന സമ്മാനങ്ങളുണ്ടല്ലോ, അത് തിരിച്ചെടുക്കാൻ സാറിന് കഴിയോ? ഇനി എപ്പോഴെങ്കിലും സാറിന് തല്ലാൻ കൈകൾ ധരിക്കുകയാണെങ്കിൽ ആളെ പറഞ്ഞയച്ചാൽ മതി. ഞാൻ വരാം.